മണ്ണാർക്കാട് താലൂക്കിലെ പ്രധാന ജലസ്രോതസ്സായ മുറിയൻകണ്ണിപ്പുഴ നാശത്തിന്റെ വക്കിലെത്തിയതോടെ പുഴ സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. തൂതപ്പുഴയുടെ കൈവഴിയായ ഈ പുഴയുടെ പല ഭാഗങ്ങളും കാടുമൂടി ഒഴുക്കുനിലച്ച നിലയിലാണ്. മുറിയൻകണ്ണിക്കടവിലെ വലിയ കയത്തിൽ ധാരാളം വെള്ളമുണ്ടെങ്കിലും ഈ ജലത്തെ ഉപയോഗപ്പെടുത്താൻ നിലവിൽ നടപടികളൊന്നുമില്ല. പുഴയുടെ ഭൂരിഭാഗം സ്ഥലത്തും പുല്ലുകളും മരങ്ങളും പടർന്നു നിൽക്കുന്നതിനാൽ പുഴയിലേക്ക് എത്തുന്നവർക്ക് ഇത് ഭീതിയുളവാക്കുന്നു. ഒഴുക്ക് ക്രമാതീതമായി കുറഞ്ഞതോടെ പാറക്കെട്ടുകൾ തെളിഞ്ഞ് പുഴ കാടുമൂടിയ നിലയിലാണ്. ചെത്തല്ലൂർ ചാമപ്പറമ്പ് ശുദ്ധജല പദ്ധതികൾ, മാമ്പ്ര ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി, ചെറുകുട ജലനിധി പദ്ധതികൾ എന്നിവ ഉൾപ്പെടെ നിരവധി ജലപദ്ധതികൾ പുഴയിലെ വെള്ളത്തെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. തച്ചനാട്ടുകര, കോട്ടോപ്പാടം, അലനല്ലൂർ പഞ്ചായത്തുകൾക്കായുള്ള സമഗ്ര ശുദ്ധജല പദ്ധതിയുടെ കിണറും മുറിയൻകണ്ണിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നീരൊഴുക്ക് കുറഞ്ഞത് ഈ പദ്ധതികളെ ഗുരുതരമായി ബാധിക്കുന്ന നിലയിലായി. പ്രദേശത്തെ കർഷകരും ജലസേചനത്തിനായി പുഴയെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. ആഴക്കയങ്ങളും അടിയൊഴുക്കുമുള്ള മുറിയൻകണ്ണിപ്പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾ കുളിക്കാനും നീന്താനും എത്തുന്നത് വലിയ അപകട ഭീഷണി ഉയർത്തുന്നു. കഴിഞ്ഞ വർഷം അത്തിപ്പറ്റക്കടവിൽ കുളിക്കാനെത്തിയ വിദ്യാർത്ഥി സംഘത്തിലെ ഒരാളും മുറിയൻകണ്ണിക്കടവിൽ ഒരു വർഷം മുൻപ് ഒരാളും വെള്ളത്തിൽപ്പെട്ട് മരിച്ചിരുന്നു. പുഴയുടെ ആഴവും അടിയൊഴുക്കും അറിയാതെ നീന്താൻ ഇറങ്ങുന്നവരാണ് അപകടത്തിൽപ്പെടുന്നത്. കൂടാതെ പുഴ കാടുപിടിച്ച് കിടക്കുന്നതിനാൽ ഉൾഭാഗങ്ങളിലൂടെ എത്തി സാമൂഹ്യ വിരുദ്ധർ മദ്യപാനം പോലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താനുള്ള സൗകര്യവുമുണ്ട്. ഈ ഭാഗങ്ങളിൽ പോലീസ്, എക്സൈസ് പരിശോധനകളും എത്താറില്ല. പുഴ സംരക്ഷിക്കുന്നതിനായി പുഴയോര സംരക്ഷണ സമിതികൾ രൂപീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. പുഴയിലെ കെട്ടിക്കിടക്കുന്ന വെള്ളം ശുദ്ധീകരിക്കുകയും പുഴയെ കൂടാതെ ആളുകൾക്ക് ഉപയോഗപ്രദമാക്കാൻ നടപടികളുമായി മുന്നോട്ടു പോവുകയും ചെയ്താൽ ജനങ്ങൾക്ക് ഏറെ ഗുണകരമാകും. CCN, ചെത്തല്ലൂർ.